ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഇനി അങ്ങോട്ട് പേടിയൊന്നും പാടില്ല, കേട്ടല്ലോ. അങ്ങനെ പേടിയുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കണ്ട. അതെ, അത് ഞാൻ ഇദ്ദേഹത്തിനോട് പറയാനിരിക്കുമായിരുന്നു. എനിക്ക് പേടിയുള്ള കാര്യം മക്കൾ ആരും അറിയണ്ട. ഞാൻ പേടിക്കുന്നു എന്നറിഞ്ഞാൽ മക്കൾക്കും പേടി തോന്നും. ആ ശരി. അപ്പോഴേക്കും ആദർശ് വരിക. ആദർശൻ അതിനെയും കൂടെ വന്നിട്ട്, എന്താ മുത്തശ്ശി, മുത്തശ്ശിയുടെ ടെൻഷനൊക്കെ നവീൻ വക്കീൽ മാറ്റി തന്നോ? ടെൻഷനോ? എന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാനെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ മോനെ. അപ്പം പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? എനിക്കൊരു ടെൻഷനും ഇല്ല. നിങ്ങൾ ടെൻഷൻ അടിക്കാതിരുന്നാൽ മതി മോളെ. അവൾ ചെയ്തത് വലിയ തെറ്റായ കാര്യമാണ്. എല്ലാവരെയും കോടതി കയറ്റി സന്തോഷിക്കാമെന്ന് അവൾ വിചാരിച്ചത്. പക്ഷേ നമ്മളത് സമ്മതിച്ചു കൊടുക്കരുത് മോളെ. നാളെ കേസ് നടക്കുമ്പോൾ നമ്മൾ ജയിക്കണം. ജയിച്ചേ മതിയാകൂ. മനസ്സിലായോ? മനസ്സിലായി മുത്തശ്ശി. എന്നാലും അവൾക്ക് കുറച്ചു പോലും മനസാക്ഷിയില്ല. അവളെപ്പോലെ ഒരുത്തി ഈ ലോകത്തുള്ളത് തന്നെ നമുക്കൊക്കെ ഭാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക. ഈ സമയം മുത്തശ്ശൻ, നിങ്ങളുടെ മുത്തശ്ശിക്ക് പേടിയൊന്നുമില്ല. ഇയാൾക്ക് നല്ല ധൈര്യമാണ്. ഇയാൾക്ക് ആവശ്യമുള്ള ധൈര്യം മുഴുവനും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളാരും പേടിക്കണ്ട, കേട്ടല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, കോടതിയിൽ അവരെത്തുമ്പോൾ കേസ് നമ്മൾ തന്നെ ജയിക്കും. അത് ഉറപ്പാ. നവീൻ വക്കീലും എടുക്കന. നവീൻ വക്കീൽ വന്നതുകൊണ്ട് നമുക്കിനി വിജയം ഉറപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ്. അനാമികയാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ വരിക. അപ്പോൾ ചോദിക്കുക, എന്താ നമ്മൾ എന്തു പറ്റി? അച്ഛാ, നാളെയാണ് കേസ്. പക്ഷേ നാളെ കേസാണെങ്കിലും എനിക്ക് നല്ല പേടിയുണ്ട്. എന്തിനാ മോളെ പേടിക്കുന്നേ? നന്ദകുമാർ വക്കീലേ കള്ളം പറയാൻ മിടുക്കന. അതുകൊണ്ട് കള്ളം പറഞ്ഞ് തന്നെ അയാൾ ജയിക്കും. അപ്പം പിന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല അച്ഛാ, എന്തൊക്കെ സംഭവിച്ചാലും ദേ എൻ്റെ പേടി എന്താണെന്ന് വെച്ചാലേ, നമ്മൾ കേസൊക്കെ ജയിക്കുമെന്നുള്ള ഒരു ഉറപ്പാണ്. സാക്ഷികളും പിന്നെ തെളിവുകളൊക്കെ നമ്മൾക്ക് അനുകൂലമാണ്. എന്നാൽ പണം മൂർത്തിക്ക് അനുകൂലമാണ്. കാരണം അയാൾക്ക് ഇഷ്ടം പോലെ പണമുണ്ട്. അതുകൊണ്ട് ആ പണം വെച്ച് കോടതിയെയും വക്കീലിനെയൊക്കെ അയാൾ പൈസ വിലക്കെടുക്കുമെന്ന് എൻ്റെ പേടി. എൻ്റെ മോളെ, നീ എന്തൊക്കെയാണ് പറയുന്നത്? കാലം മാറി. ഇപ്പോൾ ഒരു വക്കീലിനോ ജഡ്ജിക്കോ പൈസ കൊടുക്കാൻ പാടില്ല. ഫീസ് കൊടുക്കാം. ഫീസിന് മുകളിൽ എന്തെങ്കിലും കൊടുത്താലുണ്ടല്ലോ, അത് പിന്നെ അവരുടെ ജോലി പോകുന്ന രീതിയിലായിരിക്കും. അത് ജഡ്ജി ആണെങ്കിലും വക്കീലാണെങ്കിലും എത്ര പണം ഉണ്ടെങ്കിലും ഏത് കൊമ്പത്തെ രാജാവാണെങ്കിലും പെണ്ണിനെ തല്ലിയ തീർന്നു പിന്നെ അവൻ്റെ ജീവിതം. അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരിക്കേ. ഇവിടെ മോളെ അതിനെ തല്ലിയത് കൊണ്ടാണ് നമുക്ക് പ്രസക്തി കൂടിയത്. അത് കേട്ടതും അനാമിക, അതൊക്കെ ശരി തന്നെ അച്ഛാ. പക്ഷെ എന്നാലും മനസ്സിലെന്തോ ഒരു പെടപെടപ്പ്. ഏത് വക്കീലിനെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക? അതൊക്കെ നമ്മളെന്തിനാ മോളെ അറിയുന്നേ? നമുക്ക് നമ്മുടെ വക്കീലും മിടുക്കനാണോ എന്ന് അറിഞ്ഞാൽ പോരെ? നന്ദകുമാർ സാറും മിടുക്കനാ. അതുകൊണ്ട് തന്നെ നമ്മളിനി മറ്റൊരു വക്കീലിനെ കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ കാര്യം ഇന്ന് സന്തോഷത്തോടെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയാം. ഈ സമയമാണെങ്കിൽ അനാമിക, അച്ഛാ നമുക്ക് ക്ഷേത്രത്തിൽ പോവാം. അതേ മോളെ, ക്ഷേത്രത്തിൽ പോകണം. ദൈവങ്ങളെ കൂട്ടുപിടിക്കണം. ദൈവങ്ങളോട് പ്രാർത്ഥിക്കണം. ദൈവങ്ങളെപ്പോഴും അയാൾക്ക് കൂട്ടേ നിൽക്കുകയുള്ളൂ. എന്തായാലും ഇപ്രാവശ്യം ദൈവങ്ങളെ മുറുക്കി പിടിച്ചാലേ ദൈവം നമ്മളോടൊപ്പം നിൽക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും കൂടെ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുക. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശിയും ക്ഷേത്രത്തിലേക്ക് പോവുക. നമുക്ക് ക്ഷേത്രത്തിലേക്കൊന്ന് പോവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ മനസ്സ് മുഴുവനും ടെൻഷനാണ്. എൻ്റെ ഭഗവാനെ, ഒരാപത്ത് സംഭവിക്കരുതേ. നാളെ കേസ് നടക്കുമ്പോൾ സത്യം ജയിക്കണേ, അല്ലാതെ കള്ളം ജയിക്കരുതേ. പണത്തിന് വേണ്ടി അവർ ഞങ്ങളെ മനഃപൂർവ്വം കുടുക്കിയതാ. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റ് പോലും ചെയ്യാതെ എൻ്റെ കൊച്ചുമക്കളെയും എന്നെയൊക്കെ അവൾ കോടതി കയറ്റാൻ തീരുമാനിച്ചു. അവളെപ്പോലെ ഒരുത്തിയെ ജയിപ്പിക്കരുതേ. അങ്ങനെ അവൾ ജയിച്ചാൽ പിന്നെ ഈ ദൈവങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കും. മൂർത്തി മുത്തശ്ശനും പ്രാർത്ഥിക്കുക, എൻ്റെ കൊച്ചുമക്കളെയും എൻ്റെ ഭാര്യയൊക്കെ രക്ഷിക്കണേ, അവരെ ജയിലിലേക്ക് വിടാൻ ഇടയാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമയമാണെങ്കിൽ അവിടേക്ക് വേണുവും പിന്നെ അനാമികയും രേവതിയും വരുക. അവർ മൂന്നുപേരും കാറിൽ നിന്നിറങ്ങി. ഇന്നെന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ ദൈവങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചിട്ട് വേണം നമുക്ക് നാളെ കോടതിയിലേക്ക് പോകാൻ. ഇന്ന് മുഴുവനും പ്രാർത്ഥനയും വഴിപാടൊക്കെ കഴിച്ചിങ്ങനെ കഴിയാം, അല്ലേ മോളെ? അതെ അച്ഛാ. എന്തായാലും നാളെ കേസ് ജയിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥനയും പൂജയും വഴിപാടൊക്കെ ആയിട്ട് നടന്നാലേ കാര്യമുള്ളൂ. ദൈവങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റണമെങ്കിൽ ഇതൊക്കെ നടക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ നടക്കുക. അപ്പോഴേക്കും മുത്തശ്ശനെയും മുത്തശ്ശിയും വരുന്നത് കാണുക. രേവതിയെ, മോളെ അനാമികയെ, ആരാ വരുന്നതെന്ന് നോക്കിയേ. അത് കേട്ടതും രണ്ടുപേരും നോക്കുക. ഈശ്വര, ഇവർ രണ്ടുപേരും എന്തിനാ വേണുമായിട്ട് ഇങ്ങോട്ട് വരുന്നേ?
ആ നമുക്കെന്താ, അവര് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനും ഭഗവാനെ കൂട്ടുപിടിക്കാനായിട്ടും വന്നതായിരിക്കും. എന്തായാലും ദേ നമ്മൾ ഇനി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട. നമുക്ക് നമുക്ക് വരാൻ പോകുന്ന നല്ല കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ഇതാക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് അവർ മുന്നോട്ട് കിടക്കുക. എന്താണ്, നാളെ കോടതി കയറുമ്പോൾ തോറ്റു പോകല്ലേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണോ? നിങ്ങളൊക്കെ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. കാരണം നിങ്ങൾ വലിയ തെറ്റ് ചെയ്തവരാ. താനും തൻ്റെ കൊച്ചുമോനും കൂടി ചേർന്ന് ചെയ്തത് ഒരിക്കലും ക്ഷമിക്കാനോ പൊറുക്കാനോ പറ്റാത്ത കാര്യങ്ങളാണ്. എന്തായാലും നിങ്ങൾക്കൊക്കെ നല്ല പേടിയുണ്ടാവും അല്ലേ? കുടുംബം മുഴുവനും നാളെ കോടതി കയറാൻ പോവല്ലേ? പേടിയോ? എന്ത് പേടി? ഞങ്ങൾക്ക് പേടിയുണ്ടെന്ന് തന്നോടാരാ പറഞ്ഞത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്നെ പോലുള്ളവന്മാരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് കരുതുന്നവരാ ഞങ്ങള്. അങ്ങനെയുള്ളപ്പോൾ നിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. പിന്നെ കോടതി കയറുന്നതുകൊണ്ട് പേടി ഉണ്ടാവുമെന്ന് നീ വിചാരിച്ച അത് നിനക്ക് തെറ്റിപ്പോയി. എനിക്കൊന്നും ഒരു പേടിയുമില്ല. ഞങ്ങളൊക്കെ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരാ. അതുകൊണ്ട് തന്നെ നല്ല അന്തസ്സായിട്ട് തന്നെ കോടതിയിൽ നിൽക്കും, നല്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ. പിന്നെ നീയൊക്കെ കള്ളം പറഞ്ഞ് ജയിക്കാൻ പോകുന്നവളുമാരല്ലേ, അതുകൊണ്ട് നിനക്കും അങ്ങനെ നിൽക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാ ഞാൻ പറയുക, ഒരു കാര്യം ഞാൻ നിന്നെ ഉറപ്പിച്ച് പറയുക, ഈ കേസ് നീയൊന്നും ജയിക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനെ ജയിച്ചാലും നിനക്കൊന്നും ഒരു രൂപ പോലും തരില്ല. കാരണം ഞങ്ങൾ ജയിലിൽ കിടക്കാൻ തയ്യാറാടി എന്നും നമ്മുടെ മുത്തശ്ശി. അത് കേട്ടതും അനാമിക ഞെട്ടി. ജയിലിൽ കിടക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ കിടന്നോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ട തുക തരികയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. തന്നില്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. വയസ്സാം കാലത്ത് ജയിലിൽ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥയെ. ഒന്ന് പോടോ. അങ്ങനെ ജയിലിൽ കയറേണ്ടി വന്നാൽ കയറിയിരിക്കും ഞാനും ഇദ്ദേഹമൊക്കെ എവിടെ പോയാലും അങ്ങനെ തന്നെ ചെയ്യും. അതിൽ ഒരു മാറ്റവും ഇല്ല എന്ന് കരുതി നീയൊക്കെ ആവശ്യപ്പെട്ട പണവും നിന്റെയൊക്കെ അഹങ്കാരവും നടക്കുമെന്ന് വിചാരിക്കണ്ട. നീയൊക്കെ ഈ ജന്മം മോഹിച്ചത് കിട്ടാൻ പോകുന്നില്ല. ഇത് ഞാനാ പറയുന്നത്, അനന്തപുരിയിലെ വസുന്ധരയാ പറയുന്നത്. സാറേ, ഇത്ര ധൈര്യത്തോടെ നിന്ന് വെല്ലുവിളിക്കണോ? ദേ ഇവരിന്ന് ഇങ്ങനെ വെല്ലുവിളിക്കുമ്പോഴും സാർ അത് കേട്ട് സമാധാനത്തോടെ നിൽക്കണ്ട. താനേ എൻ്റെ കരണത്തടിച്ചത് ഒരു വക്കീലിൻ്റെ മുന്നിൽ വെച്ച അത് ഓർമ്മ വേണം. അത് കേട്ടതും നമ്മുടെ മുത്തശ്ശൻ വീണ്ടും വേണുവിൻ്റെ കരണത്തൊരു അടി കൊണ്ടതും വേണുവിൻ്റെ കണ്ണിൽ നിന്നും പൊന്നീച്ച പറന്നു പോവുക. പൊന്നീച്ച പറന്നു പോയതും നമ്മുടെ അനാമിക, എൻ്റെ അച്ഛനെ ഇങ്ങനെ കൂടെ തല്ലുന്നത് ശരിയല്ല. ഇതും കൂടെ കൊണ്ടുപോയി ചേർക്കടി, നാളെ കേസ് നടക്കില്ലേ? അപ്പം പോയി വക്കീലിനോട് പറ വീണ്ടും അന്ന് കോടതിയിൽ വെച്ച് തല്ലിയെങ്കിൽ ഇന്ന് അമ്പലത്തിൽ വെച്ച് തല്ലിയെന്നും. അതാവുമ്പോൾ പൊതുസ്ഥലമാണല്ലോ, പോയി പറയടി. ഞങ്ങൾക്ക് എന്നാലും ഒരു പേടിയുമില്ല. നിനക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്തോ, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ജയിലിൽ പോകേണ്ടി വന്നാലും ഒരു രൂപ പോലും നിനക്കൊന്നും തരില്ലടാ. അതിനൊക്കെ ഞാൻ കടുത്ത തീരുമാനം എടുത്തു കഴിഞ്ഞു. എൻ്റെ അച്ഛനെ തല്ലിയതിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും, മറുപടി തരേണ്ടി വരും. നീ ഒരു പെണ്ണായിപ്പോയി. ഇല്ലെങ്കിൽ നിന്റെ കരണം അടിച്ചു പൊളിക്കാൻ എനിക്കറിയാൻ പാടില്ലെന്നിട്ടല്ല, പിന്നെ അത് ചെയ്താലേ ശരിയാവില്ല. ഞാനിതുവരെ എൻ്റെ പെൺമക്കളെയോ മരുമക്കളെയോ ഒന്നും തല്ലിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലാത്തത് കൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ അവസാനമായിരുന്നു തന്നെ. അത് കേട്ടതും അനാമിക പേടിച്ചു. എന്നാലും നിങ്ങൾ എന്നെ തല്ലിയല്ലേ, ഇതിലൊക്കെ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. എടാ നീയൊക്കെ ആദ്യം നന്നാവ്. നിന്റെയൊക്കെ കാര്യം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കേണ്ട, നാളെ കോടതിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വാ വസുന്ധര എന്നും പറഞ്ഞ് മുത്തശ്ശിയും പിടിച്ചുകൊണ്ട് അങ്ങ് പോവുക. ഹോ, എന്നാലും ഇവറ്റകൾക്കൊന്നും ഒരു പേടിയില്ലല്ലോ അച്ഛാ. അതിൻ്റെ കാരണം എന്താ? ഞാൻ വിചാരിച്ച് പേടിച്ച് നമ്മുടെ കാലിൽ വന്ന് വീഴുമെന്ന്, കേസ് പിൻവലിക്കാൻ വേണ്ടി. അവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല മോളെ, അതുകൊണ്ടാണ് അവന് ഒരു പേടിയുമില്ലാത്തത്. പക്ഷെ ഇന്ന് അവൻ തല്ലിയതും ഒരു തെളിവായി മാറിയിരിക്കുവാണ്. എന്തായാലും മൂർത്തിക്ക് അകത്ത് കിടക്കാനായിട്ട് കൂടെ ഇങ്ങനെ കേസുകൾ വന്നുകൊണ്ടേ ഇരിക്കുക. വരട്ടെ, അതിൽ നമുക്ക് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുക. ഈ സമയം അനാമിക, അച്ഛാ എന്നാലും എനിക്കൊരു പേടി, നമ്മൾ കേസ് ജയിക്കുമോ? എൻ്റെ മോളെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകൂ. എന്തായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ വേണം കാര്യങ്ങൾ നടക്കാൻ. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എനിക്ക് പറയാനുള്ളത് മുഴുവനും എന്താന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് തന്നെ ചെയ്യണം. പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേത്രത്തിനകത്തേക്ക് ചെല്ലുക. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വഴിപാട് കഴിക്കാൻ പറയുമ്പോൾ പൂജാരി പുച്ഛത്തോടെ അങ്ങ് പോവുക. ഇതേ ആ മൂർത്തിയുടെ കുടുംബക്ഷേത്രമാണ്, അതുകൊണ്ട് ആ പൂജാരിക്ക് നമ്മളെ കണ്ടപ്പോൾ ഇത്ര പുച്ഛം. സാരമില്ല, ഇനി അയാൾ നമുക്കെതിരെ കേസ് കൊടുക്കുമോ
നമുക്കെതിരെ കേസ് തിരിഞ്ഞു വരാൻ വേണ്ടി പൂജ ചെയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ നിൽക്കുക. ആ എന്തായാലും നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അച്ഛാ. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ വേണു, എൻ്റെ ഭഗവാനെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ ഈ കേസ് ഞാൻ ജയിക്കണേ. അങ്ങനെ ജയിച്ച് ഈ കേസിൽ എനിക്ക് കിട്ടാൻ പോകുന്ന തുക 1 കോടി രൂപയാണ്. അങ്ങനെ കോടികൾ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കടങ്ങളൊക്കെ വീട്ടി സമാധാനത്തോടെ ഞാൻ ജീവിക്കുവേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ സമയം അനാമിക, ഈശ്വരന്മാരെ, എന്തൊക്കെയായാലും ഈ കേസ് ഞങ്ങൾ ജയിക്കണം, ആ അനിയെയും കുടുംബത്തെയും ജയിലിൽ കിടത്തണം എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ ഭഗവാന്റെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഇത് വന്നു, നന്ദു കനകയും വന്നു. ആ നന്ദൂട്ട, ഇന്നൊരു കുടുംബം മുഴുവനും കോടതിയിലേക്ക് പോകുന്ന ദിവസമാണ്. അതെനിക്കറിയാലോ അച്ഛാ. എന്ത് ചെയ്യാനാ, അവളെ പോലുള്ളവളുമാരൊക്കെ ഈ ലോകത്തുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ ജീവിതം തന്നെ ഇല്ലാതാവും. മോളെ, എന്തായാലും നമ്മളിനി ഇത്തിരിയും കൂടെ കാര്യം സീരിയസ് ആയിട്ട് എടുക്കണം. ആ അനാമിക ചെയ്തത് ശരിയായില്ല. പാവം, ആ മുത്തശ്ശിയെ കൂടെ അകത്തിടാനുള്ള വഴിയല്ല അവൾ ഒപ്പിച്ചത്. അവള് ചെയ്യട്ടെ അച്ഛാ. അങ്ങനെ ആ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും ജയിലിൽ പോകേണ്ടി വന്നാൽ ഞാൻ എൻ്റെ യൂണിഫോം ഊരിവെക്കും. അതെന്തിനാ എന്നും കനക, ദേ നിയമം നീതിക്കും ന്യായത്തിനുമൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാമേ ഈ യൂണിഫോം? ഞാൻ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത് നിയമം ന്യായത്തിനും നീതിക്കുമൊപ്പം നിൽക്കുമെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ എൻ്റെ വിശ്വാസം തകർന്നാൽ പിന്നെ എനിക്ക് യൂണിഫോത്തിൻ്റെ ആവശ്യമില്ല. അയ്യേടാ, ദേ ഗോവിന്ദേട്ടാ, അവളുടെ സംസാരം കേട്ടോ. അവളെ വിചാരിച്ചിരിക്കുന്നത് ഈ കേസിൽ അവൾക്ക് ഒരു പങ്കുമില്ലെന്നാ. എടി, ഇന്ന് എല്ലാവരും ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും അതിലൊരു പങ്ക് നിനക്കും ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു എന്ന് അമ്മ പറയുന്നേ? നീ അനിയുടെ പിന്നാലെ നടന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. ഞാൻ അനിയുടെ പിന്നാലെ നടക്കുന്നത് അമ്മ കണ്ടോ? എന്നാൽ പിന്നെ സച്ചിയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്ക്. അത് കേട്ടതും നന്ദു കനകയെ തുറച്ചു നോക്കുക. ഗോവിന്ദേട്ടാ, അവളുടെ ദേഷ്യം കണ്ടില്ലേ? മോളെ, എന്തായാലും മോളുടെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. മോൾ അവരുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ദേ അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കല്യാണം കഴിക്കാതെ പോലും ജീവിക്കും. പക്ഷെ ആ സച്ചിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ദേഷ്യപ്പെടുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. എനിക്കൊരു വിശ്വാസമുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും ജയിലിൽ പോകേണ്ടി വരില്ല എന്ന്. അങ്ങനെ വന്നാൽ പിന്നെ ആ അനാമികയും അവളുടെ കുടുംബവും ഇരുന്ന് നേരങ്ങി പിച്ച എടുക്കേണ്ടി വരും. അതുപോലെ 2-3 ആക്കിയതിന് ശേഷം ഞാൻ എൻ്റെ യൂണിഫോം ഊരി വയ്ക്കും എന്നും പറഞ്ഞ് നന്ദു അങ്ങ് പോവുക. ഈ സമയം ഗോവിന്ദേട്ടാ, ഇനി എന്ത് സംഭവിക്കുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കനകെ എന്നും പറഞ്ഞു ഗോവിന്ദനും. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജാനകിയെയും ജലജയുമാണ്. എന്നാലും അനാമിക ഇങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞില്ല. അവളെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവൾ ഒരിക്കലും എൻ്റെ കുടുംബത്തെ ചതിക്കില്ല എന്നറിയാം. പക്ഷേ അമ്മയെപ്പോലും അവൾ വെറുതെ വിട്ടില്ല എന്നോർക്കുമ്പോൾ നല്ല സങ്കടം ജലജയെ. അതെങ്ങനെ ചെയ്യാതിരിക്കും ജാനകി? ഞാനൊരു കാര്യം പറയാം. ഒരു കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം തലയിൽ വെച്ചുകൊണ്ട് അവൾ ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ വെറുക്കുന്ന ആരെയാണോ അവർക്കെതിരെ കേസ് കൊടുക്കും. എല്ലാവരും കൂടെ അവളെ പഴിച്ചതല്ലേ, അപ്പം പിന്നെ അനുഭവിക്കട്ടെ. അത് കേട്ടതും എന്നാലും അമ്മ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അമ്മ ജയിലിൽ പോയി കിടന്ന ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം അവളുടെ കയ്യിലിരിപ്പുണ്ടാ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുമ്പോൾ അനി വരിക. എന്തായാലും അവൾ മാത്രമല്ല, എല്ലാത്തിനും കാരണക്കാരത്തി ആ നന്ദുവാ. ആ നന്ദു ഒറ്റൊരുത്തി. അനി കേട്ടോണ്ട് വന്നതും അനി പറയുക, അവസാനവും തെറ്റ് ചെയ്ത ഒരുത്തിക്ക് ഒരു കുറ്റവും ഇല്ല. എല്ലാം ചെയ്തിട്ടും അവൾ ഒരു പാവം അല്ലേ? അമ്മയുടെ മനസ്സ് മുഴുവനും ഇപ്പോഴും അവളോടുള്ള ഇഷ്ടവും നന്ദുവിനോടുള്ള വെറുപ്പുവാ. എന്ന ഒരു സത്യം ഞാൻ പറയാം, ഈ വീട്ടിൽ നിന്ന് ആർക്കെങ്കിലും ജയിലിൽ പോകേണ്ടി വന്നാൽ അമ്മ ഒന്ന് മനസ്സിൽ കുറിച്ചിട്ടോ, പിന്നെ അമ്മയ്ക്ക് ഇങ്ങനൊരു മകൻ ഉണ്ടാവില്ല. ആ വേണുവിനെയും അനാമികയെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി കിടക്കും. ജീവിതകാലം മുഴുവനും ജീവപര്യന്തം ജയിലിൽ കിടക്കും എന്നും പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും എല്ലാവരും വരിക. ഈ സമയം മുത്തശ്ശിയോട്, ദേ പേടി കാണിക്കരുത്, മക്കൾക്ക് ധൈര്യം കൊടുക്കണം, കേട്ടല്ലോ? ശരി. അതെ, ആരും പേടിക്കണ്ട. എന്തിനാ പേടിക്കുന്നേ? നമ്മളെല്ലാവരും ധൈര്യത്തോടെ തന്നെ കോടതിയിലേക്ക് പോകുന്നു. ഇനിയെങ്കിലും കുറച്ച് മനസാക്ഷി ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്ക് ജലജ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്ക് എന്നും മുത്തശ്ശൻ. അയ്യോ അച്ഛാ, അതെന്ത് വർത്താനം അച്ഛാ? ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമോ എന്ന് ചോദിക്കുക. തെരുവിൽ കിടന്ന് നിന്നെ എടുത്ത് വളർത്തി ഈ നിലയിലെത്തിച്ചത് ഞങ്ങളാ. അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ ഒരു ഇത്തിരിയെങ്കിലും നന്ദിയും കടപ്പാടും നിനക്ക് ഞങ്ങളോടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചെങ്കിലും നമ്മളെ വിജയിപ്പിക്കാൻ നോക്ക്. അപ്പോൾ ദേവയാനി, ജാനകി, എന്തായാലും നിനക്ക് കണക്കിന് അജയൻ തന്നു എന്നറിഞ്ഞു. അവൻ നിന്നെ തല്ലിയൊന്നുമില്ല.
കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ടും നിന്റെ കൂറ് അനാമികയുടെ അടുത്തേക്കാണല്ലോ. നമ്മുടെ കുടുംബത്തെ മുഴുവനും കോടതി കയറ്റാൻ തീരുമാനിച്ച അനാമികയോട് നിനക്ക് ഇപ്പോഴും ഇഷ്ടമാണോ? അത് പിന്നെ ഏട്ടത്തിയും വേണ്ട വേണ്ട, പ്രാർത്ഥിച്ചോ, എന്നാ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഞങ്ങളെല്ലാവരും ജയിലിൽ പോയി കിടക്കണേന്ന്. അപ്പം പിന്നെ ശല്യമില്ലല്ലോ. അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുകയും ചെയ്യാം. ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? കുറച്ചെങ്കിലും സ്നേഹവും മനസാക്ഷിയും നമ്മുടെ കുടുംബത്തിനോട് നിനക്കുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കും. ഞങ്ങൾ ജയിലിൽ പോയാൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഈ കൂട്ടത്തിൽ നിന്റെ മോനും കൂടിയുണ്ട്, അത് നീ ഓർക്കണം എന്നും പറഞ്ഞുകൊണ്ട് അവർ എല്ലാവരും കൂടെ അങ്ങ് കോടതിയിലേക്ക് പോവുക. ഈ സമയം എന്നാലും വല്ലാത്ത സങ്കടമായിപ്പോയി ജലജെ. എൻ്റെ ജാനകി, ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് പോവുക. ഈ സമയം അഭിയാണ് കാണിക്കുന്ന നവ്യ. എന്നാലും അനാമിക എന്ത് കാര്യം ചെയ്ത് പേടിയാവുന്നടാ. അവർക്ക് ജയിലിൽ പോകേണ്ടി വരുമോ? പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ, നിനക്കെന്താ പ്രശ്നം? നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയല്ലേ? അതെ, തെറ്റ് ചെയ്തിട്ടല്ലേ എല്ലാത്തിനും കാരണക്കാര് ആനിയ. ആ അനി കാരണം ഇപ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അത് കേട്ടോണ്ട് ജലജ വരിക. അതെ അനി കാരണം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ ആരും ജയിലിൽ കിടന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം നമ്മുടെ കയ്യിലല്ലല്ലോ, ദൈവത്തിൻ്റെ കയ്യിലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അഭി അങ്ങ് പോവുക. ഈ സമയം നവ്യയ്ക്കും ദേഷ്യം കയറി അങ്ങ് പോവുക. ഇതേ സമയം ജലജ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.